SKSFിൻ്റെ കൊടി പിടിച്ചതാണ് നബിദിന റാലിക്കിടയിൽ സംഘർഷമുണ്ടാക്കിയത്. ഇത് കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കുന്നത് AP വിഭാഗക്കാരാണ് സംഘർഷമുണ്ടാക്കിയത് എന്നല്ലേ? ശരിക്കും പറഞ്ഞാൽ സംഭവം അങ്ങനെയല്ല. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും ഈ രണ്ട് സംഘടനയും പെടാത്ത ഇല്ലെങ്കിൽ രണ്ടിനെയും അനുകൂലിക്കാത്ത ആൾക്കാരായിരിക്കും ഒരുപക്ഷെ ഇതുപോലൊരു പ്രശ്നമുണ്ടാക്കിയത്. അവിടെ നബിദിന റാലിക്ക് കൊടിയുടെ പേരിൽ തല്ലുണ്ടാക്കി അത്രയൊന്നും വലിയ പ്രശ്നമായിട്ട് കാണണ്ട റാലിക്ക് കൊടി പിടിച്ചത്. കാരണം അതൊരു സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ നിലകൊള്ളുന്ന ഒരു സംഘടനയുടെ കൊടിയാണ് SKSFിൻ്റെ കൊടി. അതിപ്പോൾ നബിദിന റാലിക്ക് പിടിച്ചത് കൊണ്ട് അത്ര വലിയ സബൂൽ മുബിക്കാത്തായ തെറ്റൊന്നുമല്ല. ഇനി അതിൻ്റെ പേരിൽ അവിടെ അടിയുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച ആളാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാരൻ. കൊടിയൊന്നല്ല പ്രശ്നം. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സമൂഹത്തിൻ്റെ മുമ്പിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, സംഘടനയുടെ പേരിൽ ഐക്യപ്പെടുന്നതിന് പകരം വീണ്ടും തർക്കങ്ങൾ ഉണ്ടാക്കുക, ആരുടെയോ പേരിലേക്ക് ഈ കുറ്റങ്ങൾ ചാർത്തിക്കൊടുക്കുക എന്ന ദുരുദ്ദേശമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ലക്ഷ്യം. വേറൊന്നും ഇതിൻ്റെ പിന്നിലില്ല. ഇതുകൊണ്ട് ഒരു നേട്ടമില്ല, ഒരു നന്മയും അവിടെ നടക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇതുകൊണ്ട് ചില നേട്ടങ്ങൾ, സമൂഹത്തിൻ്റെ മുമ്പിലുണ്ടാകുന്ന ഭിന്നത, ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ SKSF അല്ലേ, അത് എപ്പിക്കാരായിരിക്കും ചെയ്തത് എന്ന് പലരെ കൊണ്ടും പറയിപ്പിക്കാൻ വേണ്ടി പലരും എടുത്തുകൂട്ടുന്ന ഇത്തരം കോപ്രായങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാടി വെച്ച് കളിക്കണോ? ഒന്ന് ആഖിബത്തിൽ പേടിയുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും.